ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേഴ്സ്ഡേ ഈവനിങ് ആയപ്പോഴത്തേനും ആമി സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും കൊടുക്കാനായിട്ട് അമൃതം പൊടിയിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഇല്ലാത്തത് കൊണ്ട് ശർക്കരയുടെ പൊടി പൗഡറാണ് ഞാൻ മേടിച്ച് വയ്ക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് പാനി കാച്ചാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അമൃതം പൊടിയിലുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിപ്പോൾ 1.5 കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ശർക്കര പാനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം ശർക്കര ഇതുപോലെ വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ശർക്കര പാനി ചേർക്കേണ്ട ആവശ്യമില്ല. ബാലൻസ് ഉള്ളത് നമുക്ക് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ലൂസ് ചെയ്ത് എടുത്താൽ മതി. കാരണം ഓൾറെഡി ആ ഒരു അമൃതം പൊടിയിൽ കുറച്ച് മധുരം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും പിന്നെ കുറച്ച് കറുത്ത എള്ളം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി ആ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 2:30 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് ഞാനിതിപ്പോൾ മാവ് തയ്യാറാക്കി വെച്ചത്. അതിനുശേഷം മേലെ പോയിട്ട് തുണിയൊക്കെ ഒന്ന് വിരിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്തിട്ട് താഴേക്ക് വന്നപ്പോഴത്തേനും മാവൊന്ന് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങ കൊത്ത് അല്ലെങ്കിൽ തേങ്ങ ചിരകി ഇതുപോലെ ഒന്ന് വറുത്ത് ചേർക്കുന്നുണ്ട്. നെയ്യിലൊന്ന് വഴറ്റിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങ കൊത്ത് തന്നെ വേണമെന്നില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ തേങ്ങ കൊത്ത് ചേർക്കുന്നതിനേക്കാളും ഞാൻ ഇപ്പോഴും തേങ്ങ ചിരകിയത് ഇതുപോലെ നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർത്താലാണ് ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും കണ്ടിട്ടില്ലേ, ചെറിയൊരു തേങ്ങ ഇങ്ങനെ കടിക്കുന്ന പരുവത്തിന് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ചിരകിയത് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ആമിക്കൊക്കെ ആണെങ്കിൽ കടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ പറ്റിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഒന്ന് ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാനാണ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ടാണെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ സോഡാപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. നമുക്കിപ്പോൾ എന്തായാലും സമയമുള്ളതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാവ് വെക്കാമല്ലോ. അതുകൊണ്ടാണ് 2 മണിക്കൂറെങ്കിലും ഏകദേശം വെച്ചേക്കണം. അതിനുശേഷം അപ്പച്ചട്ടി ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് മാവ് കുറേശ്ശെയായിട്ട് കോരി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ശരിയാവോ ഇല്ലയെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്ത് ബേക്കിംഗ് സോഡ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പൊങ്ങി വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യുമ്പോഴത്തേനും ഇച്ചിരി ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം കൂട്ടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആമി ഇതിനിടയിൽ വരുന്നതിനിടയിൽ എല്ലാം ഉണ്ടാക്കി വെക്കാമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഇച്ചിരി ഫ്ലെയിം കൂടിപ്പോയതാണ്. അപ്പോൾ ഇത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചെയ്തെടുത്താൽ മതി. ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ണിയപ്പത്തിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ്. നല്ലൊരു ഒരു ഹെൽത്ത് മിക്സ് ആണല്ലോ ഇത്. എല്ലാ തരത്തിലുള്ള ധാന്യങ്ങളെല്ലാം ചേർത്തിട്ടാണല്ലോ ഈ മാവ് വരുന്നത്. ഞാൻ നാട്ടിൽ പോയപ്പോഴത്തേന് അമ്മ എനിക്ക് തന്നു വിട്ടതാണ്. അപ്പോൾ അനിയൻ്റെ കുഞ്ഞിന് ഇതുപോലെ നഴ്സറിയിൽ നിന്ന് കിട്ടുമല്ലോ, അത് എനിക്ക് അമ്മ തന്നു വിട്ടതായിരുന്നു. ഞാനൊരു 2 പാക്കറ്റ് കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവർക്കും കഴിച്ചപ്പോഴത്തേന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ടെറസിൻ്റെ മേലേക്ക് വന്നിട്ടാണ് ബാക്കി ചായയൊക്കെ ഞങ്ങൾ കുടിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം താഴെ ഇരുന്നു. പിന്നെ ആമിക്ക് കട്ടൻ ചായയാണ് ഇഷ്ടം. അപ്പോൾ അവൾക്ക് അതാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇന്ന് കട്ടൻ ചായ ഇടാനുള്ള തേയിലപ്പൊടി കുറവായതുകൊണ്ട് കട്ടൻ കാപ്പിയാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ടെറസിൻ്റെ മേലേക്ക് വന്നിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. രാവിലെ ഞാൻ കുളിച്ചതായിരുന്നു. എന്നാലും വൈകുന്നേരം ഒന്നും കൂടി കുളിക്കണം. വിളക്കൊക്കെ ഇന്ന് കൊളുത്തണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ബാത്റൂമും കൂടി ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. ഞാൻ 1.5 ഒരിക്കലാണ് ബാത്റൂം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് അഴുക്കായി കിടക്കാനായിട്ട് ഞാൻ നിൽക്കത്തില്ല. അപ്പോൾ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതുപോലെ ഹാർപ്പിക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബാത്റൂം അങ്ങനെ എനിക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. കാരണം
മിക്കവാറും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിരാടം ഒരിക്കലെങ്കിലും ഞാൻ ക്ലീനാക്കി ഇടുന്നത് കൊണ്ട് തന്നെ അത്രത്തോളം അങ്ങോട്ട് അഴുക്ക് വരത്തില്ല. പിന്നെ നമുക്കിവിടെ ചെന്നൈയിൽ ഹാർഡ് വാട്ടറും കൂടിയാണ് പൈപ്പിൽ വരുന്നത്. അപ്പോൾ ഉപ്പ് വെള്ളവും ഹാർഡ് വാട്ടറും എല്ലാം കൂടി ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ടൈൽസിൽ ഇങ്ങനെ കറയൊക്കെ പിടിച്ചിരിക്കും. നമ്മൾ എത്രയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്താലും എന്തായാലും ടൈൽസിൽ ഒരുമാതിരി ഒരു കറുത്ത പാടുകൾ പോലെ വന്നിരിക്കും. പിന്നെ ഹാർപ്പിക്ക് യൂസ് ചെയ്തിട്ട് ഞാനിങ്ങനെ കഴുകുന്നത് കൊണ്ട് വേറെയുള്ള ലിക്വിഡൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാനിതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്കൊരു ആസിഡ് പോലത്തെ ഒരു സംഭവം മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് ശ്വാസതടസ്സമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനതങ്ങനെ യൂസ് ചെയ്യുന്നില്ല. കാരണം ഹസ്ബൻഡോ ആരെങ്കിലും ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ റിസ്ക് എടുത്ത് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ കൂടുതലും ഹാർപ്പിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബാത്റൂമിനുള്ളിൽ ഇങ്ങനെയാണ് സാധനങ്ങൾ നിരത്തി വെച്ചേക്കുന്നത്. അപ്പോൾ അധികം അങ്ങനെ ഭയങ്കരമായിട്ട് വൃത്തിയിലൊന്നും അല്ല കേട്ടോ വെച്ചേക്കുന്നത്. അത്രയും നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ ബാത്റൂമിലില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാത്റൂം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കൈയോടെ തന്നെ പോയി കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടി ഒന്ന് ടെറസിൻ്റെ മേലേക്ക് പോകുന്നുണ്ട്. ഞാനിപ്പോൾ പോകുന്നതിൻ്റെ കാരണം വൈകുന്നേര സമയത്ത് ഒരു 6 മണി ആ ഒരു ടൈമിലൊക്കെ നമ്മുടെ ടെറസിൻ്റെ മേലെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ ആ ഒരു വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയതാണ് മേലേക്ക്. അപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ മേലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നാട്ടിലങ്ങനെ ഇതുപോലെ ആകാശം ഇങ്ങനെ ഈ ഒരു രീതിയിൽ കിടക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഈ പല രീതിയിലുള്ള കളറിലൊക്കെ ഇങ്ങനെ നമ്മുടെ സ്കൈ കാണപ്പെടുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് ഞാനൊന്ന് മേലെ പോയിന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ വന്നിട്ട് വിളക്കൊക്കെ ഒന്ന് കൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ വീട്ടിൽ വിളക്ക് കൊളുത്താറുണ്ട്, ഹസ്ബൻഡ് അല്ലെങ്കിൽ ഞാൻ. പിന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെ ഞങ്ങൾ കൃഷ്ണൻകോവിലാണ് പോകുന്നത്. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോകാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും പോകാറില്ല. വ്യാഴാഴ്ച രാവിലെ ഹസ്ബൻഡ് പോകാറുണ്ട്. ചില ദിവസങ്ങളിൽ ഞാനും പോകാറുണ്ട്. നമ്മുടെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമിയെ ഹോംവർക്സൊക്കെ എഴുതിപ്പിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഒരു ജോലിയാണത്. കാരണം ഈ ആമിയുടെ ഹോംവർക്സൊക്കെ എഴുതിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഏകദേശം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. കാരണം പഠിപ്പിക്കുന്നതിനിടയിൽ പിന്നെ പോയിട്ട് ബാക്കി പണികളൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തിനുള്ളിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് ഞാൻ അവളെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ മോർണിംഗ് ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഗാർഡനിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. 10 മണിയൊക്കെ നന്നായിട്ട് തന്നെ പൂക്കുന്നുണ്ട്. ഡെയിലി ഇതിൽ പൂക്കൾ വരാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ മാറിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് നന്നായിട്ട് പൂക്കളൊക്കെ കിട്ടുന്നത്. കുറേ അധികം ചെടിച്ചട്ടികളിൽ മണ്ണ് മാത്രമായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിനകത്ത് ഞാൻ ചെടികളൊന്നും വെച്ചിട്ടില്ല. കാരണം ഇനി കുറച്ച് നമുക്ക് ചെടികൾ മേടിക്കണം. അപ്പോൾ നഴ്സറി പോയാലേ മേടിക്കാനായിട്ട് പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ 10 മണിയിൽ ഒരുപാട് വെറൈറ്റി കളേഴ്സൊക്കെ മേടിച്ച് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു 3-4 വർഷത്തിന് മുന്നേ തൊട്ടുള്ള ചെടികളാണ് ഇരിക്കുന്നത്, 10 മണി മാത്രം, പിന്നെ അലോവേറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമി സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ രാവിലെ ആമി സ്കൂളിൽ പോയതിന് ശേഷമാണ് ടെറസിൻ്റെ മേലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. ടെറസിൻ്റെ മേലെ പോയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു. അതിനുശേഷം ഹസ്ബൻഡ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നുണ്ട്. ഞാനിന്ന് പോകുന്നില്ല കേട്ടോ, കാരണം എനിക്ക് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് മാത്രമാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ എന്തായാലും വേസ്റ്റും കൂടി കളയാനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്ന് കെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെയാണ് ഡസ്റ്റ്ബിൻ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കളയുകയാണ് ചെയ്യുന്നത് വേസ്റ്റൊക്കെ. അപ്പോൾ ഇപ്പോൾ ആരും ഇല്ല വീട്ടിൽ, ഹസ്ബൻഡും പോയി, ആമിയും പോയിട്ടുണ്ട്, എല്ലാവരും പോയേക്കുവാണ്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് തുണി കഴുകാനായിട്ട് ഇടാനുണ്ട്. അതിനിടയിൽ തന്നെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഈ സൈഡിൽ കണ്ടോ, ഈ ഒരു ഭാഗത്താണ് ഞാൻ ഡസ്റ്റ്ബിന്ന് വെച്ചേക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടറും വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നില്ലേ, ഞാനിപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വാഷിംഗ് മെഷീനിൽ വെക്കാനുള്ള സ്റ്റാൻഡായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് സൈസ് ഒട്ടും തന്നെ കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് യൂസ് ചെയ്യാനായിട്ട് ഇനി പറ്റത്തില്ല എന്ന് തോന്നുന്നു. ഇനി ഇത് നമ്മൾ ഫിറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ നിന്ന് മാറ്റി വയ്ക്കുവാണ്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ്, ഞാൻ മാസത്തിൽ 1-2 തവണ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡും അതിൻ്റെ ബാക്ക് സൈഡിലിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് എടുത്ത് കളയണമായിരുന്നു. ഞാൻ മാസത്തിൽ 2 തവണയെങ്കിലും ഇതുപോലെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു തറയൊക്കെ ഒന്ന് തുടച്ചെടുക്കാറുണ്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് വിചാരിച്ച് കണ്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് അഴുക്ക് പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലിരിക്കുന്ന വെള്ളം കുറേ നാളായി ഞാൻ ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് ആഴ്ചയിൽ
ആഴ്ചയിൽ 3 ദിവസം മാറ്റുന്നതാണ് സാധാരണ. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇതിനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും കൂടി കൈയോടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് കോരി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ പ്രത്യേകിച്ച് ആ ഒരു യെല്ലോ കളർ ഷാൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു കോട്ടൺ ഷാളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ബാക്ക് സൈഡും കൂടി നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഗ്യാസ് സിലിണ്ടർ ഇരുന്നൊരു ഭാഗത്ത് കണ്ടോ, ഞാൻ ശരിക്കും തറയിലായിരുന്നു വേസ്റ്റിൻ്റെ കവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലിങ്ങനെ വെജിറ്റബിൾസിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ബാലൻസ് വരുന്ന വേസ്റ്റ് കൊണ്ടുവന്ന് ഇട്ടിട്ട് ആകെപ്പാടെ ഫുള്ളായിട്ട് ഇതിലിങ്ങനെ അഴുക്ക് അതിലേക്ക് തറയിൽ ഊറി പിടിച്ചിരിക്കുന്നതാണ്. ചെറിയ രീതിയിലുള്ള പുഴുക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് ദിവസമായിട്ട് കണ്ടുപിടിച്ചിട്ട്, അപ്പോൾ ഇത് ശരിക്കും എനിക്ക് മാറ്റാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഡെറ്റോളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പുഴുക്കളായിട്ട് തുടങ്ങിയിട്ടില്ലായിരുന്നു, ചെറിയൊരു കളർ ചേഞ്ച് വന്ന് തുടങ്ങി. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്യാൻ വെച്ചത്. അതിനുശേഷം പിന്നെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഡെറ്റോൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ തുടച്ചെടുത്തത്. സാധാരണ ഫിനോയിൽ യൂസ് ചെയ്തിട്ടാണ് തുടയ്ക്കുന്നത്, അല്ലെങ്കിൽ ലൈസോൾ ആയിരിക്കും. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഡെറ്റോൾ യൂസ് ചെയ്തിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഗ്രില്ലൊക്കെയാണ് തുടയ്ക്കുന്നത്. ജനലും അതുപോലെ തന്നെ ഗ്രില്ലും ഒക്കെ, ജനലിൻ്റെ ഗ്രില്ലും നമ്മുടെ മെയിൻ ഡോറിൻ്റെ അവിടെ വരുന്ന ഗ്രില്ലൊക്കെ ഇല്ല, അതൊക്കെയാണ് തുടയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്ലൗസ് ശരിക്കും ഇത് നമ്മൾ ഊട്ടിയിൽ പോയ സമയത്ത് മേടിച്ചതായിരുന്നു കേട്ടോ. ഇത് ക്ലോത്തിലുള്ള ഗ്ലൗസാണ്. അപ്പോൾ ഈ ക്ലോത്ത് ഗ്ലൗസ് അല്ലെങ്കിൽ സോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോളിൻ സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചെടുത്താൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. നമുക്ക് അതുപോലെ തന്നെ ഡോറും ഫാനും ഒക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്നുകിൽ സോക്സ് അല്ലെന്നുണ്ടെങ്കിൽ ക്ലോത്തിലുള്ള ഗ്ലൗസ്, രണ്ടിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. ഇനി ഞാൻ ഈ ഗ്ലൗസ് വേറൊരു കാര്യത്തിന് യൂസ് ചെയ്യത്തില്ല കേട്ടോ. ഈ ഒരു യൂസ് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ഇട്ട് ഉണക്കിയെടുക്കും. ഇത് ശരിക്കും കമ്പടി പോലത്തെ ഒരു ടൈപ്പാണ്. നന്നായിട്ട് തന്നെ അഴുക്ക് പോകുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഈസിയും കൂടിയാണ്. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകി എടുത്തിട്ടാണ് രണ്ടാമത്തെ തവണ നമ്മൾ വേറൊരു ജനലിൽ പോയി തുടയ്ക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ അഴുക്ക് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കത്തില്ലേ. അതുകൊണ്ട് എന്തായാലും ഓരോ തവണ ഓരോ സ്ഥലത്ത് പോയി ക്ലീൻ ചെയ്യുമ്പോഴും ഞാൻ ഓരോ തവണയായിട്ട് ഇങ്ങനെ നന്നായിട്ട് കഴുകി ഇടാറുണ്ട്. പിന്നെ നമ്മുടെ എന്തായാലും കൈയോടെ തന്നെ ഒരു ഡോറും കൂടി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ചെന്നൈയിൽ ഓൺ ഹൗസ് ആണോ എന്ന്. അതേ, ഓൺ ഹൗസ് ആണ്, ഞങ്ങളിവിടെ സെറ്റിൽഡ് ആണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു ഇൻട്രോ വീഡിയോ ഫസ്റ്റ് വ്ളോഗായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കിയാലും മനസ്സിലാവും. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ സെറ്റിൽഡ് ആണ്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. ഞങ്ങൾക്കിവിടെ ഇത് സ്വന്തം വീട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇൻട്രോ വീഡിയോയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഗ്രില്ലും എല്ലാം നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാൽക്കണിയുടെ സൈഡിലുള്ള ഗ്രില്ല് ഞാൻ തുടച്ചിട്ടില്ല കേട്ടോ. അത് വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ദിവസം തന്നെ വേണ്ടി വരും. മാസത്തിലൊരു ദിവസം എന്തായാലും ഞാനിങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണെങ്കിൽ പറയാം. കാരണം എല്ലാ ദിവസവും കുറേശ്ശെ ഇതുപോലെ ഓരോ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് വീടിനുള്ളിലെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് ഈസി ആയിരിക്കും. എന്തായാലും ആമി സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലാണ് എനിക്കിതൊക്കെ ചെയ്യാനായിട്ടും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലേ. അപ്പോൾ നമ്മൾ അന്നോടൊന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കിടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കാരണം എപ്പോഴായാലും നമ്മൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ചില ദിവസങ്ങളിൽ ഹസ്ബൻഡും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ക്ലീനിങ്ങിലൊക്കെ. AC-യും ഫാനും ഒക്കെ ക്ലീൻ ചെയ്ത് തരുന്നത് ഹസ്ബൻഡാണ് കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കാറുള്ളത്. ഇതിനിടയിൽ ഹസ്ബൻഡ് നടക്കാനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും കരിക്ക് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് തളർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ കരിക്ക് വെള്ളമൊക്കെ കുടിച്ചു. അതിനുശേഷം നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വറുത്ത് വെക്കുന്നുണ്ട്. ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോഴത്തേനും തന്നെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് പോയി കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ലഞ്ചൊക്കെ കഴിക്കും. അപ്പോഴത്തേനും ആമി സ്കൂൾ വിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.